ഹലോ, നമസ്കാരം. അൽറംസ് ഫർണിച്ചർ എന്നാണ് പെരുമ്പലാവ്, പട്ടാമ്പി റോഡ്, അറക്കൽ. ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഫുൾ വുഡൻ സോഫ സെറ്റുകളാണ്. ഫുൾ വുഡൻ ആണ് വരുന്നത്. തേക്കാണ് കംപ്ലീറ്റ് വരുന്നത്. ഫുൾ ഫോറസ്റ്റ് തേക്കുകളാണ് വരുന്നത്. HR ക്ലോത്ത് ആണ് ഇതിലുള്ളത്. ഫുള്ള് തേക്കിലാണ് വരുന്നത്. ഫുള്ള് ഫോറസ്റ്റ് തേക്കാണ് ഇതിൽ വരുന്നത്. അപ്പം നമ്മുടെ ഒരു ക്ലയൻറ്റ് പറയുകയാണ് ഇത് മഹാഗണിൽ വേണം, അക്കേഷ്യയിൽ വേണം, ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്കത് ചെയ്തു കൊടുക്കാനുള്ള സൗകര്യം നമ്മുടെ വർക്ക്ഷോപ്പിലുണ്ട്. നമ്മുടെ ഓൺ പ്രോഡക്റ്റ് ആണ് ഇത് വരുന്നത്. ചാലിശ്ശേരിയിൽ 4 തലമുറയുടെ ആയുർവേദ പൈതൃകത്തിന്റെ പാരമ്പര്യ വൈദ്യൻ CV മണികണ്ഠനെ ചാലിശ്ശേരി GCC ക്ലബ്ബ് ആദരിച്ചു. ചാലിശ്ശേരി ഗ്രാമത്തിൽ ആരോഗ്യ പച്ചപ്പിനെ കഴിഞ്ഞ 4 പതിറ്റാണ്ടിനപ്പുറം പാരമ്പര്യ ചികിത്സയിൽ തലമുറക്കളുടെ പാത പിന്തുടർന്ന് ചാലിശ്ശേരി സ്വദേശി മണികണ്ഠൻ വൈദ്യനാണ് ആയിരങ്ങൾക്ക് ആശ്വാസം പകർന്നത് വ്യത്യസ്തനാകുന്നത്. പാരമ്പര്യ ചികിത്സാ രംഗത്ത് 43 വർഷമായി ഞാൻ പാരമ്പര്യ ചികിത്സയുമായിട്ട് മുന്നോട്ട് പോകുന്നു. എൻ്റെ അച്ഛൻ വാസു വൈദ്യർ, അദ്ദേഹം കാണിച്ചെന്ന വഴിയിലൂടെയാണ് നമ്മൾ ചികിത്സയുമായി മുന്നോട്ട് പോകുന്നത്. അച്ഛൻ്റെ അച്ഛൻ രാമൻ വൈദ്യർ, അദ്ദേഹവും അതുപോലെ അദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ടുള്ള വേലു വൈദ്യരും, 4 തലമുറയായിട്ട് ഞങ്ങൾ വൈദ്യവൃത്തിയായിട്ട് മുന്നോട്ട് പോകുന്നൊരു കുടുംബമാണ്. ഇപ്പോൾ ചാലിശ്ശേരി തന്നെ പാരമ്പര്യ വൈദ്യത്തിന് അവസാന കണ്ണി എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് തുടർന്ന് എൻ്റെ താഴെ അനിയന്മാരോ മറ്റുള്ള ഇതുവരെ പാരമ്പര്യ ചികിത്സയായിട്ട് കടന്നു വന്നിട്ടില്ല. ചാലിശ്ശേരി പഞ്ചായത്തിൽ തന്നെ ചിലപ്പോൾ പാരമ്പര്യ ചികിത്സാ രംഗത്ത് ഞങ്ങളുടെ കുടുംബം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ 43 വർഷമായി ചികിത്സാ രംഗത്തുണ്ട്. പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ മണികണ്ഠന്റെ പിതാവ് വാസു വൈദ്യർ, അച്ഛൻ രാമൻ വൈദ്യർ, മുത്തശ്ശൻ വേലു വൈദ്യർ എന്നിവരാണ് ചികിത്സ നൽകിയിരുന്നത്. ചാലിശ്ശേരി ഗ്രാമത്തിൽ അറിയപ്പെടുന്ന പാരമ്പര്യ വൈദ്യനായിരുന്ന പിതാവ് വാസു വൈദ്യരിൽ നിന്നാണ് ഏറെ ചെറുപ്രായത്തിൽ മണികണ്ഠൻ പാരമ്പര്യ ചികിത്സയുടെ ആദ്യ ബാലപാഠങ്ങൾ പഠിച്ചത്. തുടർന്ന് കുന്നംകുളം പുതുശ്ശേരിയിൽ അച്ഛന്റെ അമ്മാവൻ കുഞ്ഞിപ്പു വൈദ്യരുടെ പക്കലെത്തി നീണ്ട 5 വർഷം ചികിത്സാ രീതികളെക്കുറിച്ചും കണ്ടും കേട്ടും കുറിച്ചുമാണ് ചികിത്സാ രീതികൾ പഠിച്ചത്. തുടർന്ന് പിതാവിന്റെ അറക്കിലുള്ള നവോദയ വൈദ്യശാലയിലെത്തി മണികണ്ഠൻ മരുന്നുകൾ നൽകാനും മറ്റും കടയിൽ സജീവമായി. ചികിത്സയെ സേവനമാക്കി മാറ്റിയ 4 തലമുറകളുടെ പാരമ്പര്യം കൈമുതലാക്കി ഇദ്ദേഹം 1997 നവോദയ വൈദ്യശാലയുടെ മറ്റൊരു സ്ഥാപനം മെയിൻ റോഡ് സെന്ററിൽ ആരംഭിച്ചു. ഗ്രാമത്തിൽ അസാധ്യമെന്ന് തോന്നിയ രോഗങ്ങൾക്ക് വിശ്വാസം പകരുന്ന കേന്ദ്രമായി നവോദയ വൈദ്യശാല വളർന്നു. പ്രകൃതിയോട് ചേർന്നുള്ള നവോദയ മണികണ്ഠൻ വൈദ്യരുടെ പ്രത്യേകമായ ചികിത്സാ രീതികളെല്ലാം ഗ്രാമത്തിൽ വിശ്വാസത്തിന്റെ പ്രതീകമാക്കി. വീട്ടിൽ മരുന്നുകൾ തയ്യാറാക്കുന്നതിന് സഹധർമ്മിണി ഷീലയുടെ മികച്ച സഹായവും ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. ഞാൻ ചാലിശ്ശേരി കല്യാണം കഴിഞ്ഞ് വന്നിട്ട് അപ്പോൾ അന്ന് മുതലേ കാണുന്നതാണ് അച്ഛൻ്റെ ചികിത്സാ രീതികളും കാര്യങ്ങളൊക്കെ. വീട്ടിൽ മരുന്നുകൾ തയ്യാറാക്കും. അതുപോലെ തന്നെ അച്ഛനെ കാണാൻ പേഷ്യൻസ് കുറേ വരാറുണ്ട്. അപ്പോൾ അവരോടുള്ള ഇടപഴകലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് അന്ന് മുതലേ നമുക്ക് കുറച്ചതിനെക്കുറിച്ചൊക്കെ ഏകദേശം പറയാൻ പറ്റില്ലെങ്കിലും കൂടി ഒരു ചെറിയൊരു അറിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ എന്നെ കൊണ്ട് കഴിയുന്ന വിധത്തിലൊക്കെ ഞാനും മരുന്നുണ്ടാക്കാനും ഒക്കെ വീട്ടിൽ സഹായിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ ആയാലും അതെ, ഇപ്പോൾ വീട്ടിൽ മരുന്ന് തയ്യാറാക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ്. മണികണ്ഠൻ ഇല്ലാത്ത സമയത്തും നമുക്ക് കഴിയുന്ന രീതിയിലൊക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. രോഗികൾക്ക് സ്വാതന്ത്ര്യമാകുമ്പോഴും പൊതുരംഗത്തും മണികണ്ഠൻ ഏറെ സജീവമാണ്. 2005-2010 കാലങ്ങളിൽ പഞ്ചായത്ത് അംഗമായിരുന്നു. GCC ക്ലബ് വൈസ് പ്രസിഡന്റ്, വ്യാപാരി വ്യവസായ ഏകോപന സമിതി വൈസ് പ്രസിഡന്റ്, തുടർച്ചയായി 7 വർഷം സ്കൂൾ PTA അംഗവും 2 വർഷം വൈസ് പ്രസിഡന്റുമായി. കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ്, കൃഷിഭവൻ MDC മെമ്പർ, മുലമ്പറമ്പത്തുകാവ് അയ്യപ്പൻ വിളക്ക് കമ്മിറ്റി സെക്രട്ടറി എന്നീ ലെവലിൽ ഏറെ സജീവമാണ്. ഭാര്യ ഷീലയും 2010-15 കാലങ്ങളിൽ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു. ചാലിശ്ശേരി മുല്ലക്കൻ വീട്ടിൽ വാസുവൈദ്യർ പാറക്കുട്ടി ദമ്പതിമാരുടെ 5 മക്കൾ രണ്ടാമനായ മണികണ്ഠൻ നാടൻ കലാരംഗത്തും ഏറെ സജീവമാണ്. ആദർശ്, ആകാശ് എന്നിവർ മക്കളും അഖില മരുമകളുമാണ്. മണികണ്ഠന്റെ സേവനത്തെ മാനിച്ച് ചാലിശ്ശേരി പ്രിയദർശിനി ചാരിറ്റബിൾ സൊസൈറ്റിയും ഡോക്ടർ ദിനത്തിൽ GCC ക്ലബ്ബും ആദരിച്ചു. ക്ലബ് ഭാരവാഹികളായ പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത്, സെക്രട്ടറി ജിജു ജേക്കബ്, ട്രഷറർ AM ഇക്ബാൽ, എക്സിക്യൂട്ടീവ് അംഗം ബഷീർ മാസ്റ്റർ എന്നിവർ ചേർന്ന് ആദരിച്ചു. ഈ കർക്കിടക മാസാചാരണത്തിന്റെ ഭാഗമായിട്ട് ആയുർവേദത്തിന് വലിയൊരു സാധ്യതയാണല്ലോ പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നത്. പഴയ കാലത്ത് കർക്കിടക മാസത്തിൽ പഞ്ഞമാസം എന്നല്ലേ പറയാം. പഴയ കാലത്ത് അങ്ങനെ ഒരു ഞാറ്റയിലൊന്നും ഇല്ലല്ലോ. അപ്പം അന്ന് പഴയ കാലത്ത് വീട്ടിൽ ഒതുങ്ങിയിരിക്കുമ്പോൾ മരുന്നുകൾ കഴിക്കുന്നൊരു കാലഘട്ടമായിരുന്നു. അന്ന് മരുന്ന് കഴിഞ്ഞ് ദേഹരക്ഷകളെ കഴിക്കുന്നൊരു കാലഘട്ടമായിരുന്നു. ഇപ്പോഴൊക്കെ ഒരു ഫാഷനായി മാറിയത്. അതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞിട്ടൊന്നുമല്ല. ഇപ്പോൾ എല്ലാവരും വിപണിയിൽ മരുന്ന് കഴിഞ്ഞൊക്കെ സുലഭമായി കിട്ടുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ എല്ലാവരും കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും കഴിക്കുന്നു എന്നുള്ളൊരു ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നല്ല ഈ സമയത്തൊക്കെ മരുന്ന് കഴിഞ്ഞാൽ കഴിച്ചാൽ അതൊരുപാട് ശരീരത്തിന് ഗുണം കിട്ടുന്നൊരു
കാര്യമാണ്.